ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ കാണും. പക്ഷെ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ഒരേ ഒരു വാക്ക്: ചതി. മനുഷ്യന്റെ ചതി. ഈ തെളിഞ്ഞ വെള്ളമില്ലേ പുറത്തു നോക്കുമ്പോൾ ഉള്ള മനുഷ്യൻ, പക്ഷെ ഒന്ന് അകത്ത് കയറി ഒന്ന് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതാണ് മനുഷ്യന്റെ മനസ്സ്. ചാനൽ ഓണർ ഡുക്കാമാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ദീപ ആണെങ്കിൽ അവർക്കൊക്കെ എങ്ങനെയെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് ശമ്പളം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. പക്ഷെ സമൂഹത്തിൽ താഴേക്കിടെ ഇരിക്കുന്ന ഒരാള് ഒരു ഓട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുക്കാനോ എന്തിനും ആയിക്കോട്ടെ പോയി പൈസ ചെലവാക്കുമ്പോൾ ഇതേപോലൊരു അവസ്ഥ ഉണ്ടായാൽ തൂങ്ങിച്ചാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലാതെ വേറെ ഒന്നുമില്ല. ശുദ്ധ തെമ്മാടിത്തരം, തെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. സ്കോഡ സ്ലാവി എടുക്കാൻ പോയ മലയാളം മോട്ടോഴ്സിന് സ്കോഡ സ്ലാവി എടുക്കാൻ പോയ ദീപയ്ക്ക് സംഭവിച്ചത് 14 ലക്ഷം രൂപയാണെങ്കിൽ ഇങ്ങേയറ്റം ഡുക്കാമാന് സംഭവിച്ചത് 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. ആ ചെറുപ്പക്കാരൻ ജോലി ചെയ്ത് ജീവിച്ച ആ ചെറുപ്പക്കാരൻ പേഴ്സണൽ ലോൺ എടുത്ത് അടച്ച പൈസ എവിടെയെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. നീളുന്ന നിയമ പോരാട്ടങ്ങൾക്കിടയിലും ഇതുവരെയും 1 രൂപ പോലും പുള്ളിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ദീപയ്ക്കും അതുപോലെ തന്നെ മലയാളം മോട്ടോഴ്സിൽ 14 ലക്ഷം രൂപ കൊണ്ടടച്ച ദീപയ്ക്ക്, സ്കോഡ സ്ലാവിക്ക് കൊണ്ടടച്ച ദീപയ്ക്ക് ഇന്ന് വരെ 1 രൂപ പോലും തിരിച്ചും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഡീലർഷിപ്പ് അവിടെ ഇല്ല. ദീപ പോയി സെലക്ട് ചെയ്ത ഡീലർഷിപ്പ് ആണെങ്കിൽ ശരിയാണ്. സ്കോഡയ്ക്ക് മെയിൽ അയച്ച സമയത്ത് സ്കോഡ തന്നെയാണ് കൊടുത്ത ഒരു ഡീലർഷിപ്പാണ് ഈ മലയാളം മോട്ടോഴ്സ് ഞങ്ങളുടെ ഓതറൈസ്ഡ് ആണ്, അവിടെ പോകുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഏറ്റവും പ്രശസ്തനായ ഓട്ടോ ജേർണലിസ്റ്റ് ബൈജു എൻ നായരുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. ഞാനിത് ചളവാക്കുന്നില്ല, ഒരുപാട് പറഞ്ഞ്. പക്ഷെ ഒറ്റ കാര്യം മാത്രം പറയാം: ഒരു മനുഷ്യൻ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ, അതും ഒരു വണ്ടി പ്രാന്തനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വണ്ടി അത്ര സ്നേഹിക്കുന്ന ഒരാള് വണ്ടി എടുക്കാൻ പോകുന്നത് അയാൾ കുറെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ്. ഇങ്ങേയറ്റം ദീപ എന്ന് പറയുന്ന ആള് സ്വന്തം അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്, മരിക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ അമ്മയെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം, കാണിക്കണം എന്നൊക്കെ വെച്ചിട്ട് അത്ര ആഗ്രഹത്തോടെ കൊടുത്ത വണ്ടി ഇന്ന് വരെ ഡെലിവറി ചെയ്തിട്ടില്ല. എന്ത് തെണ്ടിത്തരമാണ്, ശുദ്ധമായ തെണ്ടിത്തരം. മനുഷ്യനോട് ഇന്ന് ഏറ്റവും വലിയ തെണ്ടിത്തരം. ഇനി ഡുക്കാട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇത്രയും കാശുള്ള ഇത്രയും സംഭവങ്ങളുള്ള ഒരു ഡുക്കാട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ഡുക്കാമാന്റെ കാര്യങ്ങൾ ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ലേ? അത്രയ്ക്ക് മോശമാണോ? 22 വണ്ടിക്ക് മുകളിലെങ്ങാണ്ടാണ് എന്റെ അറിവ് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചത് ഡുക്കാട്ടി പറയുന്നത് സ്വന്തം സ്റ്റാഫ് പറ്റിച്ചതാണ്. ഡുക്കാമാന് വന്ന സാധനങ്ങളെല്ലാം വേറെ എടുത്ത് കൊടുത്താണ്. അയാൾ സാമ്പത്തിക തിരിമറി നടത്തിയാണ്. അയാൾ സാമ്പത്തിക തിരിമറി നടത്തിയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും കൂടെ പൈസ ഇട്ടുകൊണ്ട് പുതിയൊരു V4S കൊടുക്കാൻ പറ്റുമല്ലോ. അത് ഡുക്കാട്ടിക്ക് പറ്റില്ലേ? ചോദ്യമാണ്. സോ അവനവന്റെ കാശിന് മാത്രം വില, വേറൊരുത്തന്റെ കാശിന് വിലയില്ല. ഈ വീഡിയോ കണ്ടില്ല എന്നടിക്കാം, പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് നാളെ സംഭവിക്കരുത്. എപ്പോഴും ഷോറൂമിൽ ചെന്ന് വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഷോറൂമിന്റെ ബില്ലല്ല നമുക്ക് വേണ്ടത്. പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന കുറെ അമ്മമാരോട് പറയാം, പോയി തീട്ടം നിന്നറ, അതാ ഈ തീട്ടം വാരി തിന്നു, അതാ നല്ലത് നിനക്കൊക്കെ. നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തുക, 4 കണ്ണുള്ള മനുഷ്യനായി ജീവിക്കേണ്ട അവസ്ഥയാണ് ബൈ.